ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മൾ ബാംഗ്ലൂരിലത്തെ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. പലരും എന്നെ കണക്ട് ചെയ്യാറുണ്ട് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് ചോദിച്ചിട്ട്. നമ്മൾ കൂടുതൽ മലയാളികൾ ചെയ്യുന്ന ഒരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ, ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പ്രൊഡക്ട്സ് ബാംഗ്ലൂരിൽ മാനുഫാക്ചറിങ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൽ മാർക്കറ്റിംഗ് ചെയ്യണം, അതിനായിട്ടൊരു ഗോഡൗൺ സ്പേസ് വേണം, നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ A to Z സപ്പോർട്ടോട് കൂടി പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇനി അതിനായിട്ടൊരു സ്പേസ് വേണം, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ ലൈസൻസും ഉള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വണ്ടി, വെഹിക്കിൾസ് സൗകര്യങ്ങളുണ്ട്, മാർക്കറ്റിങ്ങിനായിട്ടുള്ള സ്റ്റാഫുണ്ട്, അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫുണ്ട്. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്തുകൊണ്ട്, ഇപ്പം ബ്രെഡ് ആയിക്കോട്ടെ, ബൻ ആയിക്കോട്ടെ, റസ്ക് ആയിക്കോട്ടെ, കേക്ക്സ് ആയിക്കോട്ടെ, പ്ലംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് വിത്ത് ഒരു മാർക്കറ്റിംഗ് സ്പേസ് ആണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗോഡൗൺ വിത്ത് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നമ്മളെ കയ്യിൽ 2ഓളം ഗോഡൗൺ സ്പേസുകളും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ഇൻഡസ്ട്രി. പല ആൾക്കാരും അതിൽ ഒറ്റപ്പെട്ട് പോയതിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവരായവരുണ്ട്. അതേ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ സക്സസ് ആയവരുമുണ്ട്. അപ്പം നമുക്കറിയാം, ബാംഗ്ലൂർ എടുത്തു നോക്കുകയാണെങ്കിൽ 9,000-ഓളം റെസ്റ്റോറൻറ്റ്സ് ബാംഗ്ലൂർ സിറ്റിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ മലയാളികളുടെ മാത്രം 2,500-ന്റെ മേലെ സൂപ്പർ മാർക്കറ്റ്സുകളുണ്ട്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി എന്നും ബാംഗ്ലൂർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പല സമയത്തും അതിൻ്റെ ഫണ്ടും കാര്യങ്ങൾ കൊണ്ട് കാണുമ്പോൾ ഒരുപാട് പേര് ലോസ് ആയി പോയിട്ടുള്ളത്. എന്നാലും നമുക്കിവിടെ ടീം വർക്കായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു മാർക്കറ്റിംഗ് രീതി, അതേപോലെ തന്നെ അതിനുള്ള ഒരു സപ്പോർട്ട് 100% കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതിലൊരു ടെൻഷനും വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് ബാംഗ്ലൂർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അതിനുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ നമ്മുടെ ബാംഗ്ലൂരിൽ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവട്ടെ. താങ്ക് യു.